വേണുഗോപാൽ, പല ഘടകങ്ങളിൽ വി ഡി സതീശൻ, സീനിയോറിറ്റി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുമ്പ് പരിഗണിക്കേണ്ട ഗുണവും ദോഷവും വിശദമാക്കിയാണ് AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം സാധ്യമാകാത്ത സാഹചര്യമുണ്ടെന്ന വാക്കാൽ വിശദീകരണവും നിരീക്ഷകർ അറിയിച്ചു. നിയമസഭാ കക്ഷിയിലെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക നിലവിൽ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്ന ബോധ്യം ഹൈക്കമാൻഡിനുണ്ട്. നെടുങ്കണ്ടം കൊലപാതകം. വീട്ടുപരിസരത്ത് നിന്ന് തലയോട്ടി കണ്ടെത്തി. മൂന്നാം കൊലപാതകം. അമ്മയെയും സഹോദരനെയും കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റിലായ സജിയുടെ വീട്ടിൽ മണ്ണ് മാറ്റി നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും അസ്ഥിയും ജീർണിച്ച വസ്ത്രങ്ങളും കണ്ടെത്തി. 8 വർഷം മുമ്പ് കാണാതായ പിതാവ് മാത്യുവിനെ സജി കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. നേരത്തെ തൊഴുത്തിരുന്ന ഭാഗത്തു നിന്ന് ലഭിച്ച അസ്ഥി ആയതിനാൽ പശുവിന്റേതാണോ എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. മേരി, മൂത്ത മകൻ റജി എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ കഴിഞ്ഞ മാസമാണ് സജി അറസ്റ്റിലായത്. സജിയെ ചോദ്യം ചെയ്യുന്നതിനിടെ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഇന്നലെ വൈകിട്ട് 3-ന് തോട്ടുവാക്കടയിലെ വീട്ടിലെത്തിയ പോലീസ് വിറകുപുരയോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തി. 5 അടിയോളം കുഴിച്ചിട്ടാണ് അസ്ഥിയുടെ കഷ്ണങ്ങളും വസ്ത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. പിന്നീട് സമീപത്ത് തന്നെ നടത്തിയ തിരച്ചിൽ തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെത്തി. ഇവ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റി. ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനം തിരിച്ചു. ഓട്ടോ ഡ്രൈവറുടെ കാൽ ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് കൊണ്ട് തല്ലിയൊടിച്ചു. ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനം തിരിച്ചു എന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവറുടെ കാൽ ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് കൊണ്ട് തല്ലിയൊടിച്ചു. ഓട്ടോ ഡ്രൈവറായ മറവൻതുരുത്ത് ഇലമ്പപ്പാറയിൽ ER അരുണിന്റെ വലതുകാലാണ് ഒടിച്ചത്. അരുണിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ 10-ന് മറവൻതുരുത്ത് പഞ്ചായത്ത് ജംഗ്ഷനിലാണ് സംഭവം. പാലാങ്കടവിൽ നിന്ന് മറവൻതുരുത്തിലേക്ക് വന്ന ഓട്ടോറിക്ഷ പഞ്ചായത്ത് ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് തിരിക്കുന്നതിനിടെ അതേ ദിശയിൽ പിന്നാലെ സ്കൂട്ടറിലെത്തിയ ചുങ്കം സ്വദേശികളായ യുവാക്കളാണ് മർദ്ദിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരെ വാഴത്തറയിൽ ഫിറോസ്, കണ്ടത്തിപ്പറമ്പിൽ ആദിത്യനാഥ് എന്നിവർക്കെതിരെ കേസ് എടുത്തതായി പോലീസ് പറഞ്ഞു. ഉസ്താദിന്റെ വേഷത്തിലെത്തി മോഷണം. പ്രതി പിടിയിൽ. പോലീസ് സ്റ്റേഷനിൽ പ്രതിയുടെ അതിക്രമം. മസ്ജിദിൽ ഉസ്താദിന്റെ വേഷത്തിലെത്തി മോഷണം നടത്തിയ പ്രതിയെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കൂപ്പിയിൽ ഷംസുദ്ദീനെയാണ് അമ്പലവയൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് മഞ്ഞപ്പാറ ജുമാ മസ്ജിദ് ഓഫീസ് പൂട്ട് മുറിച്ച് അലമാരയിൽ ഉണ്ടായിരുന്ന 1.60 ലക്ഷം മോഷ്ടിച്ചത്. മറ്റൊരു പൂട്ടും താക്കോലുമിട്ട് ഓഫീസ് പൂട്ടിയാണ് മോഷ്ടാവ് പണവുമായി സ്ഥലം വിട്ടത്. മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് CCTV പരിശോധനയിലൂടെയാണ് പ്രതിയിലേക്ക് എത്തിയത്. മോഷണം നടന്ന മസ്ജിദിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ മുതൽ മോഷ്ടാവ് സഞ്ചരിച്ച വഴികളിലെ ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തിയതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഒരു പന്തിൽ സെഞ്ചുറി വിജയം ആഘോഷിച്ച് ഫിൻ അലൻ. കൊൽക്കത്തയ്ക്ക് തുടർച്ചയായ 4ാം ജയം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 4ാം ജയം. ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 വിക്കറ്റ് വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഡൽഹി 8 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസാണ് നേടിയത്. 29 പന്തിൽ 50 റൺസ് എടുത്ത പദം നിസംഗയാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. വിപ്രജനിക മികച്ച പ്രകടനം പുറത്തെടുത്തു. 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ അനുകൂൽ റോയി, കാർത്തിക് ത്യാഗി എന്നിവരാണ് ഡൽഹിയെ തകർത്തത്. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത 14.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 47 പന്തിൽ പുറത്താവാതെ 107 റൺസ് നേടിയ ഫിൻ അലനാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. ജയത്തോടെ കൊൽക്കത്ത 10 മത്സരങ്ങളിൽ 9 പോയിന്റുമായി 7ാമതെത്തി. 11 മത്സരം കളിച്ച ഡൽഹി 8 പോയിന്റുമായി 7ാമതാണ്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.